ഈ പിശാച് എന്ന് പറഞ്ഞ ഇതിന് ശരിക്ക് മലയാളത്തിൽ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ദുർദേവത, അല്ലെങ്കിൽ മനുഷ്യന് ദുർബോധം ചെയ്യുന്ന കാര്യത്തിനാണ് പിശാച്. മനുഷ്യന് ദുർബോധം ചെയ്യുക, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ദുർദേവത അല്ലെങ്കിൽ ദുർബോധം ചെയ്യുക, അതിനാണ് നമ്മൾ പിശാച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുട്ടിച്ചാത്തൻ, ചേക്കുട്ടി, ബ്രഹ്മരക്ഷസ്, കരിങ്കുട്ടി, റൂഹാനി, അങ്ങനെ നമ്മളിതിന് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അതേപോലെ ശുദ്രോച്ചാടനം നമുക്ക് പറയാം, എക്സോറിസത്തിന്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഓരോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ പേരുകൾ ഇട്ട് കൊടുക്കും. അതായത് ഓരോന്നിൻ്റെയും ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. ഇപ്പം കൂടിയ പിശാചിന് കൂടിയ പേര്. നമ്മൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോരുത്തർ ഓരോ പേരുകളിട്ട് വിളിക്കും, അതിൻ്റെ ഓരോ ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ സാധാ പൈശാചിക ബാധ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പറയുന്നതിന് പകരം നമ്മളങ്ങനെയാണ് പറയുക, ഓരോ ഗ്രാവിറ്റി. നിങ്ങൾക്ക് ബ്രഹ്മരക്ഷസ് കൂടിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഗ റൂഹാനി കൂടിയതാണ്, കുട്ടിച്ചാത്തൻ കൂടിയതാണ്, അങ്ങനെ രക്ഷസ് കൂടിയതാണ്, അല്ലെങ്കിൽ ചേക്കുട്ടി കൂടിയതാണ്. അങ്ങനെ നമ്മളെ ഉണ്ടല്ലോ ഈ ഭയപ്പെടുത്തുക. ഉച്ചാടനം ചെയ്യുന്നവർക്ക് ഉച്ചാടനം ഭയങ്കര എക്സ്പെൻസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭയങ്കര പേരുകൾ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഈ ഇതിനൊക്കെ സേവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളും ഇതിനോരോ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഓരോ പേര്, അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഓരോ പേര് കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പേരുണ്ടാവുക. ഇപ്പം നാഗ റൂഹാനി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭയം, നാഗം, പാമ്പ്, റൂഹാനി, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നാഗ റൂഹാനി ആക്കിയിട്ട് തന്നെന്നുള്ളൂ. ഒക്കെ പൈശാചിക പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഈ പേരുകൾ പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ പല പേരുകൾ, ഇപ്പോൾ പല നാട്ടിലും പല പേരിട്ട് വിളിക്കും. ഒരാൾ തന്നെ ഇപ്പോൾ നമ്മൾ ചില ബുക്കുകളും ചിലതൊക്കെ വായിച്ചു വന്നാൽ തന്നെ നമുക്ക് ഓരോ പിശാചിനും ഓരോ പേരിട്ടത്. ഇപ്പോൾ നമ്മൾ അറബിയിലാണെങ്കിൽ പല പേരുകളുണ്ട്, ഇഫ്രീത്ത്, അങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ ജിന്നിനിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലതരം പേരുകളുണ്ട്, പല രാജ്യങ്ങളും അതിന് പലതരം പേരുകൾ ഇട്ടിട്ട്, അതായത് പല ശക്തി കൂടിയത്, ശക്തി കുറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇതിൻ്റെ പേരിൻ്റെ ഒരു കാറ്റഗറി തീരുമാനിക്കുക. അപ്പോൾ ഈ നാഗ റൂഹാനി എന്ന് പറയുന്നത് പുതിയ, അല്ലെങ്കിൽ പിശാജ്, ജിന്ന് എന്നൊക്കെ പറയുന്ന മാതിരി വേറൊരു ഐറ്റം ഒന്നല്ല. ഇത് ഈ പിശാജിൻ്റെ വേറൊരു പേര്. വേറൊരാൾ കുറച്ചും കൂടി ഗ്രാവിറ്റി കൂട്ടിയിട്ട് ഇപ്പോൾ നാഗും റൂഹാനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ അത് ഓരോരുത്തർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ വിളിക്കുന്ന പേരാണ്, അല്ലാതെ അതൊരു വേറൊരു ഐറ്റം ഒന്നല്ല. പൈശാചിക പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിന് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ.